ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേകമായൊരു പഠന പരമ്പരയുടെ 50-ാമത്തെ അവതരണത്തിലാണ്. നമ്മുടെ പഠന വിഷയം റോമർക്കെഴുതിയ ലേഖനം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കുവാനായി ദൈവത്താൽ നൽകപ്പെട്ട ഉന്നതമായ, ഈടുറ്റതായ, ഗഹനമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ലേഖനം റോമർ ലേഖനം. അതിൻ്റെ 50-ാമത്തെ അവതരണത്തിലാണ് നാം നിൽക്കുന്നത്. വളരെ ദീർഘമേറിയൊരു പഠനമാണ് നാം ഈ പുസ്തകത്തിൽ നടത്തുന്നത്. അത്രമാത്രം ഗൗരവമേറിയൊരു പുസ്തകമാണ്. വിശദമായി തന്നെ അല്പമെങ്കിലും വിശദമായിട്ട് മനസ്സിലാക്കേണ്ട പുസ്തകമാണ്. ഇപ്പോൾ നാം ഇതിൻ്റെ 2-ാം അധ്യായത്തിൽ അവസാനത്തെ 2 വേദഭാഗങ്ങളുടെ പഠനം ഇന്ന് ഉപസംഹരിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെയധികം സമയം ഇതിനകം തന്നെ നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ യഹൂദന്മാരോടുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ കുറ്റാരോപണം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഹൂദൻ വളരെയധികം ദുരഭിമാനത്തിലായിരുന്നു. വാസ്തവമറിയാതെ, സത്യമറിയാതെ, അവസ്ഥയറിയാതെ. ദൈവത്തിൻ്റെ ആത്മാവിലൂടെ പൗലോസ് വ്യക്തമായി കാണിച്ചു കൊടുത്തു, നിങ്ങൾക്ക് യഹൂദൻ എന്ന പേരുണ്ട്, ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നുണ്ട്, ദൈവത്തിൽ പ്രശംസിക്കുന്നുണ്ട്, നിങ്ങളുടെ പദവികളും അനുഗ്രഹങ്ങളും യോഗ്യതകളുമൊക്കെ വളരെ വലുതാണ്. പക്ഷേ നിങ്ങൾ വാസ്തവത്തിൽ യഹൂദൻ തന്നെയാണോ? ദൈവം ഉദ്ദേശിച്ച തരത്തിലുള്ള യഹൂദൻ എന്നുള്ള അവസ്ഥയിലാണോ? അവിടെ പൗലോസ് 28-ാം വാക്യം പറഞ്ഞു, പുറമേ യഹൂദനായവൻ യഹൂദനല്ല. ഇപ്പോൾ പുറമേയുള്ളത്, വെറും ബാഹ്യമായത്, ഹൃദയത്തെ സ്പർശിക്കാത്ത ആത്മീക ജീവിതം, ആത്മീക പ്രകടനം, 1 മണിക്കൂറൊക്കെ 1.5 മണിക്കൂർ 45 മിനിറ്റൊക്കെ ദൈവനം കേട്ടിട്ടും ഒരു മാറ്റവും ജീവിതത്തിലില്ല. പരസ്പരമുള്ള പെരുമാറ്റത്തിൽ മാറ്റമില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും കളിയൊക്കെയും ചെയ്യുന്ന സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. ദൈവവചനം കേട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് തന്നെ മറ്റുള്ളവരെ കളിയാക്കുകയാണ്, മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടി അപമാനിക്കുകയാണ്. ഇതാണ് ഇന്ന് ചുറ്റും നടക്കുന്നത്. യഹൂദന്മാരെ പോലെ പുറമേ മാത്രം, അകമേ യഹൂദനായവനാണ് യഹൂദൻ. ദൈവവും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധമാണ് നിർണായകം. ബാഹ്യമായൊരു അടയാളം, പരിച്ഛേദന, അക്ഷരത്തിലുള്ള അല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്രയും പരിച്ഛേദന, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ല. അകത്ത് മാറ്റം സംഭവിച്ചാൽ ദൈവത്തിൻ്റെ പുകഴ്ച ലഭിക്കും. ഇതാണ് ഉള്ളടക്കം 28-29 വാക്യങ്ങൾ. ഇതിനകം തന്നെ പല വിഷയങ്ങൾ നമ്മൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടു കഴിഞ്ഞു. പൗലോസ് എന്തല്ല ഉദ്ദേശിച്ചത് നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമ്മൾ മറക്കരുത്, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ അപ്പോസ്തലൻ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ 2 വേദഭാഗത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് മറക്കരുത്. ഇപ്പോൾ ഒരു യഹൂദൻ യഥാർത്ഥത്തിലുള്ള യഹൂദനാകണമെങ്കിൽ ജഡത്തിൽ, ശരീരത്തിൽ ഉള്ള ഈ പരിച്ഛേദനാ കർമ്മം, ചേലാകർമ്മം, ലിംഗാഗ്രഹം മുറിച്ച് മാറ്റുന്ന ആ ചേലാകർമ്മം കൊണ്ട് ഒരിക്കലും അവൻ യഥാർത്ഥത്തിലുള്ള യഹൂദനാകില്ല. അവൻ്റെ ഹൃദയത്തിൽ പരിച്ഛേദന സംഭവിക്കണം. അവൻ്റെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കപ്പെടണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ഏകാഗ്രമായി ചിന്തിക്കുകയും അനുസരിക്കുകയും ആഗ്രഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകണം. ദൈവത്തിനായി തന്നെ പരമേൽപ്പിക്കണം, സമർപ്പിക്കണം. ഇത് നടക്കാതെ ശരീരത്തിൽ, ജഡത്തിൽ ഒരു അഗ്രം, ഒരു ചെറിയ ത്വക്ക്, ഒരു ചെറിയ തൊലി മുറിച്ച് മാറ്റിയത് കൊണ്ട് ആത്മീകമായ പരിവർത്തനമുണ്ടാകില്ല. ഇത് പൗലോസ് വ്യക്തമായി എടുത്ത് കാണിക്കുകയാണ്. പുതിയ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇത് വാസ്തവമാണ്. യഥാർത്ഥ ക്രിസ്ത്യാനി വെറും ബാഹ്യമായിട്ടുള്ളവനാകരുത്. വേഷം, വെള്ളയും ആഭരണങ്ങൾ ഉപയോഗിക്കുന്നില്ല, മുടിയുടെ എണ്ണമൊക്കെ നീളമൊക്കെ കുറച്ച്. ഈ ബാഹ്യമായ അടയാളങ്ങളാകരുത്. ബാഹ്യമായും യോഗ്യമായിരിക്കണം. പക്ഷെ പ്രധാനം ആന്തരികമാണ്, ഉള്ളിലുള്ളതാണ്. പുതിയ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട പുതിയ ക്രിസ്ത്യാനി ആ പുനഃസ്ഥാപനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സത്യത്തിന് ഊന്നൽ കൊടുക്കണം. ബാഹ്യമായതിനല്ല. ബാഹ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്യണം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം. നമുക്ക് സ്വന്തം വഴികൂടെ പോകാൻ അനുവാദമില്ല. അതേ സമയത്ത് നമുക്ക് ഏറ്റവും വലിയ അപകട സാധ്യത തിരിച്ചറിയണം. ഈ ബാഹ്യമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതോടൊപ്പം ആന്തരികമായതിനെ അവഗണിക്കരുത്. ഏറ്റവും നല്ല വെണ്മയുള്ള വിശുദ്ധ വസ്ത്രം ധരിച്ച് ശരീരത്തിൽ എല്ലാ പരിഷ്കാരങ്ങളും വരുത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്കായി, യോഗത്തിനായി കടന്നു പോകുന്നു. പക്ഷേ വചനം വായിച്ചിട്ടില്ല, ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ആത്മപരിശോധന നടത്തിയിട്ടില്ല. ആത്മീകമായ കാര്യങ്ങൾ അവഗണിച്ച്, പക്ഷേ വളരെ നന്നായി വ്യക്തിയായി അലക്കി തേച്ച്
ഉടുത്ത വെളുത്ത സാരി, വെളുത്ത ഷർട്ടും മുണ്ടും ഒക്കെ ധരിച്ചു. കൃത്യമായി കൊടുക്കേണ്ട ദശാംശം അല്ലെങ്കിൽ ധർമ്മശേഖരത്തിനുള്ള പൈസയും കയ്യിലെടുത്തു. ബാഹ്യമായ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമല്ല, വചനധ്യാനമില്ല, വചന പഠനമില്ല, വ്യക്തിപരമായ ദൈവിക ആരാധനയില്ല. അപ്പോൾ പുറമേ ചെയ്യാൻ എളുപ്പമാണ്, പുറമേ ഈ ബാഹ്യമായ അടയാളങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ അക്ഷരത്തേക്കാൾ ഉപരി ആത്മാവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഹൃദയം വെടിപ്പാക്കണം. അതേസമയം നിരപ്പാക്കേണ്ട പാപങ്ങളുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി ഇരുന്ന് പ്രാർത്ഥിച്ച് നിരപ്പാക്കിയിട്ട് വേണം പാട്ടുപാടാൻ വാ തുറക്കാൻ. ഇപ്പോൾ വീണ്ടും ആവർത്തിക്കട്ടെ, യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറുവാൻ ബാഹ്യമായതല്ല, ആന്തരികമായി ഉള്ളിലുള്ളതിനെ ശ്രദ്ധിക്കണം. ഇപ്പോൾ പൗലോസിൻ്റെ ഉദ്ദേശം മറക്കരുത്. പൗലോസ് ഇതൊക്കെ പറയുമ്പോഴുള്ള ഉദ്ദേശം മറക്കരുത്. ഇപ്പോൾ പൗലോസ് വളരെ വ്യക്തമായി, കൃത്യമായി പൗലോസ് ഒരു പദ്ധതി പ്രകാരം സംസാരിക്കുകയാണ് യഹൂദന്മാരോട്. അവിടെ പാപത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ഇവിടെ വീഴ്ചകൾ, പതനത്തെ കാണിച്ചു കൊടുക്കാൻ, അതോടൊപ്പം ക്രിസ്തുവിൻ്റെ, കർത്താവ് യേശുവിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്താൻ. അടുത്ത അധ്യായത്തിൽ, 3-ാം അധ്യായത്തിന് ആദ്യത്തെ 8 വാക്യങ്ങളിൽ പൗലോസ് ഇവരുടെ വാദങ്ങളെ, ഇവരുടെ എതിർപ്പുകളെ നേരിടുന്നത് കാണാം. അപ്പോൾ ക്രിസ്ത്യാനിത്വവും ഈ ബാഹ്യമായ കൃത്യത, നിയമനിഷ്ഠയിൽ പിൻപറ്റുന്ന സംവിധാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്രിസ്ത്യാനിത്വം ആത്മീക മതമാണ്, ആത്മീകമായ മതമാണ്, അതായത് ഹൃദയത്തിൻ്റെ മതമാണ്. കർത്താവ് യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ജഡീകമായ ബന്ധം. ക്രിസ്തു ജനിച്ച കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അമ്മയും സഹോദരങ്ങൾക്കും ഒന്നും പ്രത്യേക പദവിയില്ല. ജഡീക ബന്ധമല്ല പ്രാധാന്യം, ആത്മീക ബന്ധമാണ്. നിക്കോദീമോസിനോട് ക്രിസ്തു പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം, നീ വീണ്ടും ജനിക്കണം. യഹൂദനായി ജനിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ പ്രയോജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ ജീവിക്കണം. യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെ. യോഹന്നാൻ 4-ാം അധ്യായം സമരിക്കാരി സ്ത്രീയോട് പറഞ്ഞു, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. ആ മലയും ഈ മലയും തേടി പോകണ്ട. എവിടെ പോയാലും സത്യത്തിലും ആത്മാവിലും ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ ദൈവം വെളിപ്പെടുത്തിയ വചനത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. യോഹന്നാൻ 6:63 ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ദൈവം അന്വേഷിക്കുന്ന പുറമേയുള്ള ജഡീകമായ കാര്യങ്ങളല്ല, ആത്മീയ കാര്യങ്ങളാണ്. യഹൂദ മത സംവിധാനത്തിലെ ആന്തരികമായ അടയാളമെന്ന് പറയുന്നത്, ദൈവം ആവശ്യപ്പെട്ടത് എന്താണ്? ഹൃദയത്തിലുള്ള വിശ്വാസം, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, ദൈവത്തിലുള്ള സ്നേഹം, അത് ഉത്ഭവിക്കുന്ന ഹൃദയത്തിലെ വിശ്വാസം. ഇപ്പോൾ യഥാർത്ഥ യഹൂദൻ ആത്മീക യഹൂദനാണ്. അവൻ്റെ ഹൃദയത്തിൽ പരിശീലനയേറ്റവനാണ്, ഉള്ളിൽ പരിശീലനയേറ്റവനാണ്. അവൻ്റെ അനുസരണം സ്ഥിരമാണ്, കുറ്റമറ്റതല്ല എങ്കിൽ പോലും. ലേവ്യ പുസ്തകത്തിൻ്റെ 26-ാം അധ്യായം 40-41 വാക്യങ്ങളിൽ പഴയമത്തിൽ ഇപ്രകാരം നമ്മൾ വായിച്ച് കേട്ടതാണ്. ഒരിക്കൽ കൂടെ വായിക്കുക. ലേവ്യ പുസ്തകം 26. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന് 40-41 വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവർ എന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവർ എനിക്ക് വിരോധമായി നടന്നതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവിടെ പരിചയമില്ലാത്ത ഹൃദയം ഇപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനുള്ളൊരു നിയമം ഓർക്കും, ഇസ്ഹാക്കിനുള്ളൊരു നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഓർക്കും, ദേശത്തെ ഞാൻ ഓർക്കും. അപ്പോൾ ദൈവം വ്യക്തമായി ആവശ്യപ്പെടുന്ന അവരുടെ ഹൃദയം താഴുക, ഹൃദയത്തിൽ രൂപാന്തരമുണ്ടാകുക. ആവർത്തന പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അവിടെ മോശയിലൂടെ ഇങ്ങനെ വ്യക്തമായി പറയുന്നു. ആവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ, ഇനിമേൽ ദുസ്സാഠ്യമുള്ളവരാകരുത്. ആവർത്തനത്തിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയും, നമ്മളൊരിക്കൽ വായിച്ച് പരിചയപ്പെട്ടതാണ്, നീ ജീവിച്ചിരിക്കേണ്ടത് നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ ഹൃദയവും നിൻ്റെ സന്ധ്യയുടെ ഹൃദയവും പരിശോധന ചെയ്യും. ഹൃദയത്തിനകത്ത് ആ ഒരു മാറ്റം, ഏകാഗ്രത, ദൈവഭക്തി, ദൈവഭയം, ഇതുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണ ഹൃദയത്തിൽ ദൈവത്തെ പിൻപറ്റാൻ പറ്റുകയുള്ളൂ. അത് യിരെമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമ്മൾ കണ്ടു. യോഹന്നാൻ സ്നാപകൻ കടന്നു വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കിലേക്ക് അനേകങ്ങൾ സ്നാനമേൽക്കുവാനായിട്ട് ഓടി വന്നു. അവരെ കണ്ടുകൊണ്ട് യോഹന്നാൻ ഇപ്രകാരമാണ് വിളിച്ചു പറഞ്ഞ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയരുത്. തൻ്റെ അടുക്കിലേക്ക് വരുന്നവരോട് പറയുകയാണ്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. യഹൂദ ജനതയുടെ അവസാനം വന്നെത്തിയിരിക്കുന്നു.
അതിൻ്റെ വൃക്ഷം വെട്ടിമാറ്റത്തക്ക ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് റോമലേഖനം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ ഇത് തന്നെയാണ് പൗലോസും പരാമർശിച്ചത്. ആരാണ് യഥാർത്ഥത്തിലുള്ള യഹൂദൻ? ഇവിടെ റോമർ 9:6 പറഞ്ഞു, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലെന്നും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. കുടുംബ പാരമ്പര്യം അവകാശപ്പെടാൻ ഇന്ന് സാധിക്കില്ല. ഒരു കുടുംബത്തിൽ ഒരാൾ ദൈവ പൈതലായി മാറിയതുകൊണ്ട് അയാൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവരും ദൈവമക്കളാകുമെന്ന് ഉറപ്പില്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ആത്മീക രൂപാന്തരമാണ്. സ്വയം നീതീകരിക്കുന്ന യഹൂദനെ സംബന്ധിച്ച് പൗലോസ് അവൻ്റെ മുമ്പിൽ വെച്ചതായ പരിശോധനയിൽ പരാജയപ്പെടുകയാണ്. അവൻ പുറമേയുള്ള അടയാളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു, അവൻ്റെ പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു. പക്ഷേ നീ യഹൂദനല്ല. ഈ പുറമേയുള്ള അടയാളങ്ങളൊന്നും നിന്നെ യഹൂദനാക്കില്ല. ജനനമല്ല പ്രശ്നം, വീണ്ടും ജനനമാണ് പ്രാധാന്യം. പാരമ്പര്യമല്ല പ്രാധാന്യം, ഹൃദയത്തിൻ്റെ വിശുദ്ധിയും ഹൃദയത്തിൽ യഥാർത്ഥമായ നൈർമല്യവും ജീവിത വിശുദ്ധിയുമാണ് പ്രാധാന്യം. മനുഷ്യരെന്ത് നിന്നെക്കുറിച്ച് പറയുന്നു അല്ല പ്രശ്നം, ദൈവം നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കേട്ടു, അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവർ ആകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് പകർപ്പാണ്. മനുഷ്യരുടെ കൈയടി തേടി നാം ഓടുമ്പോൾ പലപ്പോഴും അറിയുന്നില്ല. ദൈവത്തിന് അറപ്പായ കാര്യങ്ങളെയാണ് മനുഷ്യൻ കൈയടിച്ച് അഭിനന്ദിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കർത്താവ് യേശു ഗിരിപ്രഭാഷണ മധ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യരുടെ മുമ്പാകെയല്ല നമ്മുടെ നീതിയെ കാണിക്കേണ്ടത്, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഇത് തന്നെയാണ്. ഗലാത്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പറയുന്നത്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല. ഇത് തന്നെയാണ് റോമലേഖനം 2:29 പറഞ്ഞത്. ഹൃദയത്തിൽ പരിശോധനയുള്ള, ആന്തരികമായി ആത്മാവിൽ യഥാർത്ഥത്തിൽ യഹൂദനായവന് ദൈവത്തിൻ്റെ പുകഴ്ച കിട്ടും. നാം 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. റോമർക്കെതിരെ ലേഖനം 3-ാം അധ്യായം ആദ്യത്തെ 20 വാക്യങ്ങൾ നീതി സകലർക്കും ആവശ്യമാണ്. ആദ്യത്തെ 20 വാക്യങ്ങൾ അത് കാണാം. അത് നമ്മൾ വിഭാഗിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ 8 വാക്യങ്ങൾ യഹൂദന്മാരുടെ ശബ്ദം വീണ്ടും കേൾക്കുകയാണ്, ഞാൻ എതിർക്കുന്നു. ഒരു അധ്യായത്തിൻ്റെ പകുതിയോളം പുറജാതികളെ അവരുടെ അവസ്ഥയെ കാണിച്ചു കൊടുക്കാൻ, ദൈവം ഉപേക്ഷിച്ച അവസ്ഥ കാണിച്ചു കൊടുക്കാൻ പൗലോസ് ഉപയോഗിച്ച് 1-ാം അധ്യായം 18-32 വരെ. പക്ഷേ അതേസമയത്ത് യഹൂദന്മാരോട് അവരുടെ കുറവുകളെ, കുറ്റങ്ങളെ, അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുവാൻ 37 വാക്യങ്ങളാണ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 8 വരെ പൗലോസ് ഉപയോഗിച്ചത്. ഇരട്ടിയോളം ഭാഗങ്ങൾ. എന്തുകൊണ്ട്? കാരണം യഹൂദന്മാരെ സംബന്ധിച്ച് അവർ പാപികളാണെന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു വിധത്തിൽ സമ്മതിക്കുക. കാരണം അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയവരായതുകൊണ്ട്, പദവികളുള്ളത് കൊണ്ട് അവർ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കാൻ തയ്യാറല്ല. അവർക്ക് പരാജയം സംഭവിച്ച് സമ്മതിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് 37 വാക്യങ്ങൾ വേണ്ടി വന്നു പൗലോസോട് സംസാരിച്ചു. എന്നിട്ട് എല്ലാവരും സമ്മതിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള 3-ാം അധ്യായത്തിൽ ഈ പാഠം യഹൂദനോട് തന്നെയാണ് പൗലോസ് ഇടപെടുന്നത്. അവൻ്റെ ആവശ്യത്തെ കാണിച്ചു കൊടുക്കുകയാണ്. അവൻ രക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത. ആദ്യത്തെ 8 വാക്യങ്ങൾ ലളിതമായ, വളരെ പെട്ടെന്ന് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗമല്ല. ഒരു സംഭാഷണ ശൈലിയിലാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. സാങ്കല്പികമായ ഒരു എതിരാളിയെ മുന്നിൽ കാണുകയാണ്. താൻ പറയുന്നതിനൊക്കെ എതിർത്ത് നിൽക്കുന്ന ഒരു എതിരാളി, താൻ പറയുന്നതിനൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരാളെ മുന്നിൽ കാണുകയാണ്. ആ വ്യക്തിയെ സങ്കല്പിച്ചുകൊണ്ടാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. പൗലോസിൻ്റെ ഉദ്ദേശം, ദൈവാത്മാവിലൂടെ ഉദ്ദേശം വ്യക്തമാണ്. യഹൂദന്മാരുടെ വായടക്കുക. കാരണം 2-ാം അധ്യായത്തിൻ്റെ 1-ൽ കണ്ടതുപോലെ 3-ന്റെ 19 നമുക്ക് കാണാം. ന്യായപ്രമാണം പറയുന്നതല്ല, ന്യായപ്രമാണത്തിൽ കീഴുള്ളവരോട് പ്രസ്താവിക്കുന്ന നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതിന് തന്നെ യഹൂദൻ്റെ ഈ ഒരു ദുരഭിമാനം, അവൻ്റെ അന്ധത, വഞ്ചനാപരമായ അവൻ്റെ അവസ്ഥ, അതവനെ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അവൻ്റെ വായടക്കണം, അവന് ന്യായീകരിക്കാൻ ഇടയില്ല, അതിനൊരു വഴിയില്ല, അത് കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ എതിർപ്പ് എന്താണ്? 3-ാം അധ്യായം 1-2 വാക്യം. സാങ്കല്പിക എതിരാളി, പൗലോസ് പറയുന്ന എതിർക്കുന്ന ഒരു വ്യക്തി. യഹൂദനെതിരെ പൗലോസ് പറഞ്ഞ വാക്കുകൾ ഇഷ്ടപ്പെടാതെ യഹൂദന് വേണ്ടി സംസാരിക്കുന്ന ഒരു എതിരാളി. അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ചോദ്യം എന്താണ്? എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം?
പൗലോസേ, നീ ദൈവത്തിൻ്റെ ഉടമ്പടികളെ മറന്നുകൊണ്ട് സംസാരിക്കുന്നു. യഹൂദനും ദൈവവും തമ്മിലുള്ള വ്യക്തമായ ഉന്നതമായ ബന്ധത്തെ മറന്നുകൊണ്ടാണ് നീ സംസാരിക്കുന്നത് എന്നാണ് ഈ വ്യക്തിയുടെ പരാതി. കാരണം 2-ാം അധ്യായത്തിൻ്റെ അവസാനം പൗലോസ് യഹൂദന്മാരോട് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണം ഉള്ളതുകൊണ്ട്, പരിച്ഛേദന സ്വീകരിച്ചതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ല, യഥാർത്ഥത്തിലുള്ള സാക്ഷാൽ യഹൂദന്മാരുമല്ല. 2-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 29 വരെ വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. നാം മതപരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും ശക്തമായ ഭാഷയിൽ നമ്മെ ചോദ്യം ചെയ്യും, നമുക്കെതിരെ തർക്കിക്കും. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതൊരു അത്ഭുതമല്ല. അപ്പോൾ ഇവിടെ ഇതാ യഹൂദൻ, അവൻ വെറും ബാഹ്യമായ അടയാളം കൊണ്ട് നടക്കുകയാണ്, സാക്ഷാൽ യഹൂദനല്ല. നിനക്ക് ദൈവത്തിൻ്റെ പുകഴ്ചയില്ല, നിൻ്റെ പരിച്ഛേദന കൊണ്ട് പ്രയോജനമില്ല എന്നൊക്കെ പൗലോസ് പറഞ്ഞപ്പോൾ അവൻ എതിർത്തു. അവൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ യഹൂദന് എന്ത് വിശേഷത, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? വിശേഷത, പ്രയോജനം രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. വിശേഷത എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് എന്താണ് നേട്ടമുള്ളത്, എന്താണ് വിശേഷത? ഈ അവസ്ഥയിൽ, ഈ പദവിക്കനുസരിച്ച് ഞങ്ങൾക്ക് ചില യോഗ്യതകളും വിശേഷതകളുമില്ലേ? ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. വിശേഷത എന്നും പ്രയോജനം എന്ന് പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. ഇപ്പോൾ സാങ്കല്പികമായ പ്രതിയോഗി പൗലോസിനെ ചോദ്യം ചെയ്യുകയാണ്. പൗലോസ്, നീ പറയുന്നത് സത്യമാണെങ്കിൽ യഹൂദനായതിൽ പിന്നെ എന്ത് നേട്ടമാണുള്ളത്? ഇപ്പോൾ യഹൂദനെ സംബന്ധിച്ച് പൗലോസ് 2-ാം അധ്യായത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ നിലവാരത്തിനും താഴെയാണ്. യഹൂദൻ ഇവിടെ അവരും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയിലാണ് ചിന്തിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവവും യഹൂദജനവുമായി ചെയ്ത ഉടമ്പടി, സീനായ് മലയുടെ ചുവട്ടിൽ വെച്ച് ദൈവം മോശയെ വിളിച്ച് അവരുമൊരു ഉടമ്പടി ചെയ്തു. ലോകത്തിലുള്ള സകല രാജ്യങ്ങളിൽ നിന്ന് യഹൂദന്മാരെ മാറ്റി വേർതിരിച്ചു. അവർക്ക് ദൈവം തന്നെ നിയമം കൊടുത്തു. അവരുമായി ഉടമ്പടി ചെയ്തു. ഉടമ്പടി അടയാളമായി പരിച്ഛേദന കൊടുത്തു. ഇപ്പോൾ പൗലോസേ, നീ പറയുന്നത് ഇതൊന്നും പ്രയോജനമില്ലെന്നാണോ? ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ലെന്നാണോ? പൗലോസിൻ്റെ മറുപടി എന്താണ്? 2-ാം വാക്യം, സകലവിധത്തിലും വളരെയുണ്ട്. എന്ത് വിശേഷതയും പ്രയോജനവും സകലവിധത്തിലും വളരെയുണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. കാരണം 2-ാം അധ്യായത്തിലെ പൗലോസിൻ്റെ ശക്തമായ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്ത് വിശേഷത, എന്ത് പ്രയോജന? ചോദ്യത്തിന് ഒരു വിശേഷതയുമില്ല, ഒരു പ്രയോജനമില്ല എന്ന് പൗലോസ് മറുപടി പറയുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. പറഞ്ഞ എല്ലാ വിധത്തിലും വളരെയുണ്ട്, എല്ലാ വിധത്തിലും സകല വിധത്തിലും വളരെയുണ്ട് എന്നാണ് പൗലോസ് പറഞ്ഞത്. വളരെ അനുഗ്രഹവും വളരെ പദവിയുമുള്ള ഒരു സ്ഥാനമാണ് യഹൂദൻ. യഹൂദൻ എന്ന വിശേഷണം വളരെ ഉന്നതമായ ആഴമേറിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ്. ഇപ്പം എന്ത് അനുഗ്രഹം, എന്ത് പ്രയോജനം ആണ് യഹൂദനുള്ളത്? പൗലോസ് പറയുന്നത് ഒന്നാമത് എന്താണ് അനുഗ്രഹം? ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ഒന്നാമത് എന്ന് പറയുമ്പോൾ വലിയൊരു പട്ടിക തുടർന്ന് പറയാൻ പോകുന്നു തോന്നും. പക്ഷേ ഇവിടെ പറയുന്നില്ല. അത് 9-ാം അധ്യായത്തിൽ എത്തുമ്പോഴാണ് യഹൂദനുള്ള അനുഗ്രഹീതമായ പദവികളും സ്ഥാനമാനങ്ങളും എല്ലാം പൗലോസ് പട്ടികയോടുകൂടി നിരത്തുന്നത്. 9-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങൾ ഇത് കാണാം. ഇവിടെ ഒരു പ്രാരംഭ സൂചന മാത്രം. ഏറ്റവും വലിയ പ്രയോജനം, ഏറ്റവും വലിയ വിശേഷത യഹൂദൻ എന്താണ്? ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നിങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ അരുളപ്പാട് എന്ന് പറഞ്ഞാൽ പഴയ നിയമം, ദൈവത്തിൻ്റെ പഴയ ആ കൽപ്പനകൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ നിങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചു. ദൈവത്തിൻ്റെ വെളിപാട് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, എവിടെയും സംഭവിക്കില്ല, എല്ലായിടത്തും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കില്ല. മനുഷ്യകുലത്തിന് ദൈവത്തിൻ്റെ വെളിപാടുകൾ ശേഖരിച്ച് വയ്ക്കാൻ പറ്റില്ല. അതായത് എഴുതി ഉണ്ടാക്കാൻ പറ്റില്ല, വിഭാവന ചെയ്യാൻ സ്വപ്നം കാണാൻ പറ്റില്ല. ഒരിക്കലും മനുഷ്യരെ കൊണ്ടത് കഴിയില്ല. ദൈവം തന്നെ ദൈവത്തെ വെളിപ്പെടുത്തണം. മനുഷ്യന് ഏതെങ്കിലും മലയുടെ മുകളിൽ പോയിരുന്നുകൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല, ദൈവത്തെ ധ്യാനിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവം തന്നെ വെളിപ്പെടുത്തണം. ഇവിടെ ഇതാ ദൈവം വ്യക്തമായിട്ട് പറയുന്നു, ദൈവം തന്നെയും തൻ്റെ ഹിതവും മനുഷ്യന് വെളിപ്പെടുത്തി. ആർക്ക്? യഹൂദന്മാർക്ക്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ പരമേൽപ്പിച്ചതാണ്, അവർ കണ്ടെത്തിയതല്ല. ഒരു മലമുകളിൽ പോയിരുന്നു, ദേഹം മുഴുവൻ പുറ്റൊക്കെ പിടിച്ച്, ആഹാരമെല്ലാം ഉപേക്ഷിച്ച് അവിടെ ഇങ്ങനെ ഒരു ഗുഹയിലിരുന്ന് ധ്യാനിച്ച് അവർ കണ്ടെത്തി ഇറക്കിക്കൊണ്ട് വന്നതല്ല. ദൈവം മനുഷ്യനെ, യഹൂദന്മാർക്ക്, സങ്കീർത്തനം പറയുക, യാക്കോബിന് അവൻ്റെ ചട്ടവും,
അവരുടെ ദൈവത്തിൻ്റെ വഴികളും പരമേൽപ്പിച്ചു. യഹൂദന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ. കൽപ്പനകളിലൂടെ എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നുള്ള വെളിച്ചം കിട്ടി. പ്രവചനങ്ങൾ വരാനിരിക്കുന്ന മഷികയിലേക്ക് വിരൽ ചൂണ്ടി. വാഗ്ദാനങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ ദൈവം യഹൂദ ജനത്തെ തൻ്റെ അരുളപ്പാടുകളുടെ സംരക്ഷകരായി, അത് സൂക്ഷിക്കാനുള്ള ജനമായി. ഏറ്റവും വലിയ സമ്പത്താണ് ദൈവവചനം. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൊടുത്തു. പുതിയ ക്രിസ്ത്യാനിയിൽ അതിലും വലിയ സമ്പത്താണ്, ഇതിലും വലിയ ഉത്തരവാദിത്വത്തിലാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട ആ വലിയ ഉപനിധി, ആ വലിയ സമ്പത്ത്. അപ്പോൾ എന്താണ് യഹൂദൻ്റെ പ്രയോജനം? എഴുതപ്പെട്ട പ്രമാണങ്ങൾ യഹൂദൻ്റെ പക്കൽ ഏൽപ്പിച്ചു. വ്യക്തമായി ദൈവത്തിൻ്റെ വെളിപാടുകൾ കൊടുത്തു, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുത്തു. ദൈവം എന്താണ് മനുഷ്യകുലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് വ്യക്തമായി അവരെ അറിയിച്ചു. 2 പേർ ഇരുട്ടത്ത് സഞ്ചരിക്കാൻ വിചാരിക്കുക. ഇരുട്ടിൽ വഴിയറിയ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. ഒരാളുടെ കയ്യിലുള്ളത് വളരെ മങ്ങിയ മിന്നി കത്തുന്ന ഒരു വിളക്ക് മാത്രം. മറ്റേയാളുടെ കയ്യിൽ ശക്തമായ പ്രകാശം പരത്തുന്ന വലിയ ടോർച്ച്, വലിയൊരു ഫ്ലാഷ് ലൈറ്റ്. അതിൻ്റെ പ്രകാശം വളരെ ശക്തമാണ്, വഴി വ്യക്തമാണ്. ആദ്യത്തെ വ്യക്തി പുറജാതിക്കാരനാണ്. ആദ്യത്തെ വ്യക്തി പുറജാതിക്കാരൻ, കർത്താവ് യേശു വരുന്നതിന് മുമ്പുള്ള പുറജാതിക്കാരൻ്റെ അവസ്ഥയാണ്. രണ്ടാമത്തെ വ്യക്തി നല്ല പ്രകാശം കയ്യിലുള്ളത് യഹൂദനാണ്. അപ്പോൾ ഇതിൽ ആർക്കാണ് പ്രയോജനം? ആർക്കാണ് പ്രത്യേകമായ ആനുകൂല്യം? യഹൂദനാണ്. അവൻ്റെ കയ്യിലുള്ള നല്ല പ്രകാശം, തെളിഞ്ഞ പ്രകാശം, പാത വ്യക്തമാകുന്ന പ്രകാശം, വഴി കാട്ടുന്ന പ്രകാശം, അതാണ് ദൈവം അവൻ്റെ കയ്യിലേൽപ്പിച്ച ദൈവവചനം. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ പരമേൽപ്പിച്ച് അതവരെ ശരിയായ പാതയിൽ നടത്താൻ മതിയായതാണ്, ശരിയായി ജീവിക്കാൻ സഹായിക്കുന്നതാണ്, വരാനിരിക്കുന്ന മശികയെ അറിയിച്ചു തരുന്നതാണ്, ചൂണ്ടിക്കാട്ടുന്നതാണ്, ദൈവത്തിൻ്റെ സംരക്ഷണത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അവർക്കത് പ്രയോജനപ്പെട്ടു? ഇല്ല. തുടരാൻ നമ്മുടെ അടുത്ത പഠനത്തിൽ. ഇതെല്ലാവർക്കും സംഭവിക്കാം. ഇത് ഏറ്റവും വലിയ വെളിപാട്, ഏറ്റവും വലിയ സമ്പത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം, പൂർണ്ണതയുള്ള വചനം, ക്രിസ്തുവിലൂടെയുള്ള പൂർണ്ണതയുള്ള വെളിപാട് ഇത് നൽകപ്പെട്ടിരിക്കുകയാണ്. നാം അതെന്ത് ചെയ്യുന്നു? നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നിത്യതയെ ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? ദൈവത്തിൻ്റെ സംരക്ഷണം വചനത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ചിന്തിക്കാം, ആത്മപരിശോധന നടത്താം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത ദിവസം.